ഷാഫി പറമ്പിൽ എം പിക്ക് അടിയേറ്റത് മുതൽ ആശുപത്രിയിലെ ഓപ്പറേഷനും അടക്കം ഇന്നിപ്പോൾ മൂക്കിൻ്റെ കെട്ടടിച്ചു എന്നുള്ളതുവരെ വലിയ വാർത്തയായിരുന്നു. എന്നാൽ വാർത്തയാകാത്ത ഒന്നുണ്ട്. അതായത് ഇത്രയും വലിയൊരു ക്രൂരമർദ്ദനം ഒരു എം പിക്കെതിരെ നടത്തിയിട്ടും ഒരു കേസ് പോലും എടുത്തിട്ടില്ല എന്നുള്ളത് വാർത്തയാക്കാൻ ആരും തുനിഞ്ഞില്ല. FIR ഇടാൻ പോലും ധൈര്യമില്ലാതെ പോലീസ് സംവിധാനം കേരളത്തിൻ്റെ പോലീസ് സേനയെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത രീതിയിൽ ക്രിമിനൽ വൽക്കരിച്ചിരിക്കുകയാണ്. സംഭവം നടന്ന് 3 ആഴ്ച കഴിഞ്ഞിട്ടും ഒരു MP യെ കൊല്ലാൻ ശ്രമിച്ച ഒരാൾക്കെതിരെ കേസെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഷാഫി പറമ്പിലിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം എത്രത്തോളം ഉണ്ടായിരുന്നു സർക്കാരിൻ്റെ ഭാഗത്ത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. തന്നെ തീർക്കാൻ തീരുമാനിച്ച പദ്ധതി പാളിയിട്ടും പേരാമ്പ്ര മർദ്ദനത്തിൽ പോലീസ് നടപടിയെടുക്കുന്ന ലക്ഷണം കാണുന്നില്ല എന്ന് പറഞ്ഞ ഷാഫി പറമ്പിൽ MP വലിയ നിയമ പോരാട്ടത്തിലേക്ക് കടക്കുകയാണ്. കുറ്റം ചെയ്തവർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് ഉറപ്പിച്ച ഷാഫി പകുതി പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അതായത് ഇന്ത്യൻ പാർലമെന്റിൽ നൽകിയ പരാതി തന്നെ ഈ കുറ്റവാളികളുടെ ആപ്പീസ് പൂട്ടിക്കുമെന്നുറപ്പിക്കുമ്പോൾ ഇനി കോടതിയിലെ തുടർ നടപടികൾ പാർട്ടിയോട് ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം നമുക്കറിയാം, അതായത് ഒരു അക്രമത്തിനോ അല്ലെങ്കിൽ ക്രൂരതയ്ക്കോ ഇരയായ സംഭവം നടന്നാൽ ആദ്യം ആ ഇരയുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ് പോലീസ് മൊഴിയെടുക്കേണ്ടുന്നത്. നമ്മൾ മനസ്സിലാക്കിയത് പ്രകാരം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ എല്ലാ തെളിവ് സഹിതം ദൃശ്യങ്ങൾ സഹിതം കാണിച്ചു കൊടുത്തിട്ടും ഒരു നടപടിയും ആ പോലീസുകാരനെതിരെ സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ പോലീസും ആഭ്യന്തര വകുപ്പും കോടതിയിൽ നിന്നും അടി വാങ്ങിക്കും എന്നുറപ്പാണ്. അതായത് പേരാമ്പ്രയിലുണ്ടായ സംഘർഷത്തിനിടെ അഭിലാഷ് എന്ന പോലീസ് ഇൻസ്പെക്ടറാണ് തന്നെ മർദ്ദിച്ചത് എന്നായിരുന്നു ഷാഫി തെളിവ് സഹിതം പറഞ്ഞത്. അയാൾക്കെതിരെ കേസും FIR-ഉം ഇല്ല എന്ന് മാത്രമല്ല, ഷാഫിക്കെതിരെ കേസ് കൊടുക്കാൻ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ സർക്കാർ. 3 ആഴ്ച കഴിഞ്ഞു, നിയമ നടപടിയിലേക്ക് പോലീസ് കടക്കുന്നേയില്ല. അതിനായി വടകര കൺട്രോൾ റൂം ഇൻസ്പെക്ടർ SHO അഭിലാഷ് ഡേവിഡ് ഉന്നത ഉദ്യോഗസ്ഥരോടാണ് ഇപ്പോൾ ഷാഫിക്കെതിരെയുള്ള നടപടിക്കായി അനുമതി തേടിയത്. MP തന്നെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തി ഉപദ്രവിച്ചു എന്നാണ് ഈ അഭിലാഷ് പോലീസുകാരൻ്റെ സങ്കടം. ഇത് സംബന്ധിച്ച് വടകര റൂറൽ SP-യോടാണ് അനുമതി തേടിയത്. അഭിലാഷിൻ്റെ അപേക്ഷ SP സ്വീകരിച്ചു വച്ചു. ആ മാറോട് ചേർത്ത് വെച്ച അപേക്ഷ അങ്ങനെ തന്നെ DGP-ക്ക് കൈമാറിയിട്ടുമുണ്ട്. അങ്ങനെ ഒരു MP-യെ വധിക്കാൻ പോയ പോലീസ് ഉദ്യോഗസ്ഥനെ രക്ഷിക്കാൻ വേണ്ട നടപടികൾ എല്ലാം എടുക്കുമ്പോൾ അടികൊണ്ട് മൂക്കിൻ്റെ പാലം തകർന്ന ഒരു ലോകസഭാ MP-ക്ക് ഈ രാജ്യത്ത് നീതിയില്ല. ഈ രാജ്യത്ത് എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭരണത്തിൽ നീതിയില്ല എന്നുറപ്പാണ്. ഇതാണ് സത്യം. എന്നാൽ ഇങ്ങനെ നീതി നിഷേധിക്കാൻ പിണറായിയുടെ പോലീസിന് കഴിയും. അത് അവരുടെ സംസ്കാരമാണ്. പക്ഷേ ഷാഫി പറമ്പിൽ പോയിരിക്കുന്നതും ഇനി പോകാനിരിക്കുന്നതും രാജ്യത്തിൻ്റെ പാർലമെൻറ്റിലേക്കും അതുപോലെ രാജ്യത്തിൻ്റെ കോടതിയിലേക്കുമാണ്. അവിടെ ഈ ക്രിമിനലുകളെ രക്ഷിക്കാൻ ഒരു കുഞ്ഞു പോലും ഉണ്ടാകില്ല. ഒരു MP-ക്ക് കിട്ടേണ്ടുന്ന പ്രിവിലേജ് ഷാഫിക്ക് അവിടെ കിട്ടുക തന്നെ ചെയ്യും. ആക്രമിച്ച കൊലയാളികൾ യൂണിഫോം അഴിച്ചു വെച്ച് നടക്കുന്നത് അധികം താമസിയാതെ തന്നെ കാണേണ്ടി വരുമെന്നുള്ളതാണ് നിയമവിദഗ്ധർ തന്നെ പറയുന്നത്.